നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെയല്ലേ ഈ അസ്തമന സൂര്യൻ? സൂര്യോദയവും സൂര്യാസ്തമനവും ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ വരദാന കാഴ്ചകളാണ്. പുതിയൊരു പുലർക്കാലത്തിനായി കാത്തിരുന്നു കൊണ്ട് അതെ, ആ സൂര്യൻ അണഞ്ഞു തീരുമ്പോൾ നമ്മുടെ നിത്യതി മക്കൾ സിന്ദൂര പൊട്ടിട്ട് അവരുടെ വ്രതം അവസാനിപ്പിച്ചിരിക്കുന്നു. ജീവിതത്തിൽ മകളായും അമ്മയായും ഭാര്യയായും തുടങ്ങി ഒട്ടനവധി വേഷങ്ങളിൽ നിറഞ്ഞാടുന്ന സ്ത്രീ നല്ലൊരു വ്യക്തിത്വം, സ്വന്തം കർത്തവ്യത്തെ തിരിച്ചറിയിക്കുന്നു. ഈ മക്കളിൽ നല്ല അധ്യാപികമാരായി, നല്ല ഗുരുക്കന്മാരായി തീരുവാനുള്ള ഒരനുഷ്ഠാനം, മൗനം, സേവ, പരിപാലനം, അന്നദാനം, കർമ്മയോഗം, ഇതിലൂടെ തെളിഞ്ഞെത്തുന്ന ഏറ്റവും നല്ല സ്ത്രീരത്നങ്ങൾ നിത്യതി എന്ന പാർവതി ശക്തിയിലൂടെ മികവുറ്റ വ്യക്തിത്വങ്ങളായി തീരുവാനുള്ള ഒരു മാർഗം. 12 ദിവസം നീണ്ട വ്രതത്തിൽ ഈ മക്കൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളും വീഡിയോയിൽ എടുത്തിട്ടില്ല. എങ്കിലും കൂട്ടുകാരുമായി വളരെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പങ്കിടുന്നതാണ്. ഉയർത്തി പറയുകയാണെന്ന് കരുതരുത് കൂട്ടുകാരെ. 11 വർഷത്തോളമായി കൂടെയുള്ള ഈ മക്കളിൽ ഇന്നുള്ള ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. സഹജീവികളോടും നിസ്സഹായരായവരോടുമുള്ള കരുണ, സസ്യജാലങ്ങളോടുള്ള സ്നേഹവും പരിപാലനവും, സ്വന്തം പ്രണയമാണെങ്കിൽ പോലും മൂടി വയ്ക്കാതെ സത്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോയി കള്ളം കാട്ടാതെയുള്ള രീതികൾ, വളരെ ചെറുപ്രായത്തിൽ തന്നെയുള്ള മികച്ച സംസ്കാരം, ജീവിതത്തിൽ എന്തു തന്നെ വന്നാലും നേരിടുവാനുള്ള ധൈര്യം, പണത്തിനും അതീതമായി മൂല്യങ്ങൾക്ക് നൽകുന്ന വില, ശരിയായ വഴിയിലുള്ള ഈശ്വരഭക്തി, സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും ശാന്തിക്കും ജീവിതത്തിൽ നൽകുന്ന സ്ഥാനം, ആശ്രയിക്കുന്നതിനെ കൈവിടാത്ത മഹത്വം, ഇവയെല്ലാം പല അളവുകോലുകളിലായി ഈ മക്കളിൽ സൃഷ്ടിച്ചെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലർ ഏറ്റവും മികച്ചവരും ചിലർ വഴിമധ്യയിലുമാണ്. നിത്യതയിലെ എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് എന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ എല്ലാ സാധന സാമഗ്രികളും ചിലങ്കയും മറ്റു വസ്തുവകകളും എല്ലാം തന്നെ ഞങ്ങൾ 2-3 ദിവസം ഒരുമിച്ചിരുന്ന് ക്രോഡീകരിച്ച് വേണ്ട വിധത്തിൽ ചിട്ടപ്പെടുത്തി ശരിയായ രീതിയിൽ ആക്കി വയ്ക്കും. അത് നല്ലൊരു ജോലിയാണ്, അല്പം കൂടുതൽ സമയമെടുക്കുന്ന കാര്യവുമാണ്. സൂര്യൻ ഏത് സൈഡ്, ചന്ദ്രൻ ഏത് സൈഡ്? സൂര്യൻ റൈറ്റ്, ചന്ദ്രൻ ലെഫ്റ്റ്. ഓക്കേ. 6 പേരിൽ പലരും പല പല ജോലികളായിട്ടാണ് തിരിഞ്ഞ് ചെയ്യുന്നത്. സത്യത്തിൽ ഇപ്രാവശ്യം അവരെല്ലാം തന്നെ പൂർണ്ണ തട്ടം മേടിച്ച് ശരിക്കും പൂർണ്ണമായും അധ്യാപക തലത്തിലേക്ക് കടന്ന ഒരു കാര്യം പോലും ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ സഹായമില്ലാതെ തന്നെ സ്വതസിദ്ധമായ കഴിവും അവർ ആർജിച്ചെടുത്തതും എന്നിൽ നിന്നും കിട്ടിയ അറിവുകളിലൂടെയും സർവ്വകാര്യങ്ങളും സ്വന്തമായി ചെയ്യുവാൻ പ്രാപ്തരായി തീർന്നു. നിത്യതിയിൽ വളരെ ചുരുക്കം കാര്യങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. നിത്യതിയിലും ഭാരത നടനത്തിനും അതിൻ്റേതായ രീതിയും തലങ്ങളുമുണ്ട്. ഇതിലെ ഹൃദയം ഞാനും കർമ്മവും കരങ്ങളും ഇന്ന് ഈ മക്കളുമാണ്. 20 വയസ്സായപ്പോൾ തന്നെ വളരെയധികം സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ എൻ്റെ മക്കൾക്ക് കഴിഞ്ഞു. ചില രക്ഷകർത്താക്കളിൽ നിന്നും ലഭിച്ച സഹകരണവും നന്മ നിറഞ്ഞ ഈ മക്കളുടെ മനസ്സുമാണ് ഇതിനായി എന്നെ പ്രാപ്തയാക്കിയത്. ലാളിത്യത്തിനും ആർഭാടത്തിനും തുല്യ വില നൽകുന്ന നിത്യതിയിലെ മക്കളെല്ലാം തന്നെ ഇപ്പോൾ മികച്ച യുവതികളായി. ചില മക്കളുടെ വിവാഹവും അടുത്തു തന്നെ ഉണ്ടാകും. ഈശ്വരവിധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഏതൊരു മാർഗത്തിലും അവർ ആ ദൈവാധീനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തെ പഠനത്തിൻ്റെ ഫലമായി വിട്ടല നമസ്കാരത്തിൻ്റെ ചടങ്ങും ഇന്ന് നിത്യതിയിലെ മക്കൾ സ്വയം ചെയ്യുന്നു. സ്വതന്ത്രമായ മനസ്ഥിതി ഇല്ലാത്തവർക്കും ചിന്താശേഷി ഇല്ലാത്തവർക്കും ഒരിക്കലും നിത്യതിയിലെ സത്യങ്ങൾ മനസ്സിലാവുകയില്ല. ഈ വെറ്റില നമസ്കാരം നമ്മുടെ നിത്യതി മക്കൾ ആദ്യമായി സ്വയം ചെയ്തത് തികച്ചും വളരെയധികം മനസ്സിന് സംതൃപ്തി നൽകിയ തലത്തിലായിരുന്നു. ഈ പെൺകുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ സത്യം തിരിച്ചറിഞ്ഞെത്തുന്ന ഏതൊരു പുരുഷനും ഏറ്റവും ഭാഗ്യമുള്ളവരായിരിക്കും. നല്ലതിനോട് നല്ലത് ചേർന്ന് ജീവിക്കുമെങ്കിൽ നിത്യതിയിലെ ഈ മക്കൾ ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നവരായി തീരും എന്നും ഞാൻ വിശ്വസിക്കുന്നു. പൂജ, പ്രാർത്ഥന, വ്രതം, അനുഷ്ഠാനങ്ങൾ ഇവയൊന്നും പരിധി വിട്ട് നമ്മുടെ തലയിൽ കയറാൻ പാടില്ല. എന്നാൽ അവയുടെ സത്യം, അതിലെ ആത്മീയത,
നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം ശുദ്ധീകരിക്കുന്നതായിരിക്കണം. തനിക്കൊപ്പം നിൽക്കുന്ന, തന്നെ ആശ്രയിക്കുന്ന സ്വന്തം കുടുംബം, പ്രകൃതി എന്ന കുടുംബം, ഇത് രണ്ടും അവൾക്ക് ഏറ്റവും വലിയ നിധി തന്നെയായിരിക്കണം. അങ്ങനെ ചിട്ടപ്പെടുത്തി വരുന്ന ഈ മക്കളുടെ പ്രാർത്ഥന ഏറ്റവും മൂല്യമുള്ളതായിരിക്കും. 12 ദിവസത്തെ വ്രതവും 3 ദിവസത്തെ ജോലിയും തുടർന്ന് വെറ്റില നമസ്കാര ചടങ്ങിൽ വൈകിട്ട് 5 മണി മുതൽ തുടങ്ങിയ ഈ പ്രാർത്ഥനയും പൂജയും എല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ മക്കൾ ചെയ്തെടുത്തു. സ്വന്തം മനസ്സ്, ശരീരം, കർത്തവ്യം, സ്വഭാവം, ഇവയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരിക്കലും അഹങ്കരിക്കരുത്. അഹങ്കാരത്തിനും അപമാനത്തിനും എതിരെ തലകുനിക്കുകയുമരുത്. മാറിയിരുന്ന് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് പരിതപിക്കരുത്. ഈ ജന്മം ലഭിച്ചതിൽ ദൈവത്തോടും പ്രകൃതിയോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഈ മനസ്ഥിതിയിൽ വളർന്നു വരുന്ന ഈ പെൺകുട്ടികൾ കെട്ടുന്ന ചിലങ്കയിൽ ആ അധ്യാപികയുടെ ഏറ്റവും വലിയ സത്യവും നിറഞ്ഞിരിക്കും. അവളിലെ അധ്യാപികയിൽ ഒരമ്മയും ജ്യേഷ്ഠത്തിയും എല്ലാത്തിലുമുപരി ഗുരുത്വവും നിറഞ്ഞിരിക്കും. വെറ്റില നമസ്കാര ചടങ്ങും ചിലങ്ക കെട്ടും വളരെ മികച്ച രീതിയിൽ പൂർത്തിയാക്കി. ഞാൻ പറഞ്ഞു കൊടുത്ത മാർഗത്തിൽ അണുവിട തെറ്റാതെ അവർ പ്രവർത്തിച്ചു. അഹന്തയില്ലാത്ത മനസ്സുകൾക്ക് വേണ്ടി നന്മ സമർപ്പിക്കുവാനായി ഈ യുവതികൾ വിളങ്ങുന്നു. എൻ്റെ നിത്യതി മക്കളായി, നിത്യതിമാരായി, സാക്ഷാൽ ശക്തിയെപ്പോലെ, പാർവതി ദേവിയെപ്പോലെ എന്നെന്നും വിളങ്ങട്ടെ. നല്ലൊരു മനസ്സും സ്വഭാവവും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് നേടിയിട്ട് എന്ത് കാര്യം? കടൽ തീരമായിരുന്നു അവരുടെ ക്ഷേത്രം. പ്രകൃതി ശക്തികളായിരുന്നു അവരുടെ പൂജാ സാമഗ്രികൾ. മിതമായ ആഗ്രഹവും അമിതമായ ആവേശവും അവർക്കുണ്ടായിരുന്നു. അവരെ സ്നേഹിക്കുന്നവരുടെ അനുഗ്രഹമായിരുന്നു അവരുടെ ഏറ്റവും വലിയ പുണ്യം. എല്ലാ ചടങ്ങിനും ശേഷം മക്കളോടെല്ലാം ഒരുപാടധികം കാര്യങ്ങൾ സംസാരിച്ച് വന്നവർക്കെല്ലാം നിത്യതിയുടെ പ്രസാദം നൽകി സന്തോഷത്തോടെ എല്ലാവരും മടങ്ങി. കള്ളം, എടുത്തുചാട്ടം, കോപം, ധൈര്യമില്ലായ്മ, ചിന്താശേഷി നഷ്ടപ്പെടുന്ന തലങ്ങൾ, ഇവയെല്ലാം മാറ്റി വിദ്യാപീഠം എന്ന സെക്ഷനിലൂടെ ഒരുപാട് മക്കൾക്ക് ഗുണപ്രദമായ ഒരു സ്വഭാവം രൂപീകരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി ഇറങ്ങുന്ന ഈ അധ്യാപികമാർ ഏറ്റവും ശ്രേഷ്ഠരായി തന്നെ ഭവിക്കേണ്ടതുണ്ട്. സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാനായി നിത്യതി മക്കൾ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒപ്പമുണ്ടാകട്ടെ. നന്ദി.